ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മാന്ത്രിക നോവലിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ബ്രഹ്മമന്ത്രം നോവൽ തുടർച്ച അധ്യായം 10ലേക്ക് സ്വാഗതം. നോവലിലേക്ക്. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഭാവത്തിൽ ഇരിക്കാറേ ഉള്ളൂ, ഒന്നും കഴിക്കാറില്ല. എന്താ നിനക്ക് പറ്റിയത്? എങ്ങനെയാ ഭക്ഷണം കഴിക്കാതെ നീ ജീവിക്കുന്നത്? ജ്യോതികയുടെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. അത് കേട്ട് മറ്റാരെങ്കിലും അങ്ങോട്ട് വന്നാലോ ശാലുവിന് സംശയം തോന്നി. അവളുടെ കണ്ണുകൾക്ക് പൂച്ചയുടെ കണ്ണുകളുടെ നിറം വന്നു. പച്ച നിറം. അവയിൽ 2 കുഞ്ഞു ബൾബുകൾ കത്തുന്നത് പോലെ. ഭീതിയോടെ ജ്യോതിക ഒരടി പിന്നോട്ട് മാറി. ശാലു, ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണമല്ലേ? ആ ശബ്ദം ശാലുവിൻ്റേതല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശാലുവിൻ്റെ മുഖം മാറുന്നത് കണ്ടു. അവിടെ യാമിനിയുടെ മുഖം. വല്ലാത്തൊരു നിലവിളിയോടെ ജ്യോതിക പിന്തിരിഞ്ഞ് ഓടാൻ ഭാവിച്ചു. പക്ഷെ കാലുകളിൽ അദൃശ്യമായ ഒരു ചങ്ങലപ്പൊട്ട് വീണു. നിലവിളി കാര്യമായി പുറത്തു വന്നതുമില്ല. ശാലു വളരാൻ തുടങ്ങി. ഒത്തൊരു യുവതിയോളം. മുഖം മാത്രമല്ല, ശരീരവും യാമിനിയുടേതായി. വസ്ത്രം വെള്ള സാരിയായി. കണ്ണുകൾ തീക്കനൽ പോലെയായി. നീണ്ട മുടിയിഴകൾ മുറിക്കുള്ളിൽ പെടുന്നനെയുണ്ടായ കാറ്റിൽ ഇളകിപ്പറന്നു. രക്തവർണമായ നാവ് യാമിനി പുറത്തേക്ക് നീട്ടി. വായ്ക്കിരുവശത്തു കൂടിയും തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് ചാടി. രക്തരക്ഷസിൻ്റെ മുഖം. മുറിക്കുള്ളിൽ കാറ്റിൽ ജ്യോതിക ആടിയുലഞ്ഞു. കണ്ണുകൾ ഇറുക്കി അടയ്ക്കണമെന്നുണ്ടായിരുന്നു അവർക്ക്, പക്ഷെ കഴിയുന്നില്ല. ചെറുകുന്നത്തെ തറവാടിന് മുകളിൽ വരാൻ പോകുന്ന ദുരന്തത്തിന് മുന്നോടിയായെന്ന് വേണം ഒരു വെള്ളിടി വെട്ടി. ഞാൻ കഴിക്കുന്നത് ചോരയാണ്. നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇപ്പോൾ കാണിക്കാം. അവളുടെ വലതു കൈ ഒരുപാട് മുന്നോട്ട് നീണ്ടു ചെന്നു. അവസാനം അത് ജ്യോതികയുടെ കഴുത്തിൽ മുറുകി. ഒരു താറാവിനെ കഴുത്തിൽ പിടിച്ചുയർത്തിയെടുക്കുന്നത് പോലെ യാമിനി ജ്യോതികയെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ കണ്ണുകളിലെ തിളക്കം കൂടി. ഇരയെ കിട്ടിയ ചെന്നായുടെ ഭാവം. ഞെടിയിടയിൽ അവൾ ജ്യോതികയുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി. നിലവിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജ്യോതിക കൈകാലുകളിട്ടടിച്ചു പിടിഞ്ഞു. അല്പമാത്രയ്ക്കുള്ളിൽ യാമിനി പിടിവിട്ടു. അപ്പോൾ ഒരു തുണിക്കെട്ട് പോലെ ജ്യോതിക തറയിൽ വീണു. ആ മുറിയിൽ മാത്രമേ കാറ്റും ഭീകരരംഗങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ മറ്റാരും ഈ വിവരമൊന്നും അറിഞ്ഞതുമില്ല. ചുണ്ടിൽ പറ്റിയ ചോര നാവ് നീട്ടി തുടയ്ക്കുന്നതിനിടയിൽ യാമിനി ചുറ്റും നോക്കി. മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന പഴയ കിണറ്റുകയർ കണ്ണാടിയിലുടക്കി. അവൾ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയതേയുള്ളൂ. ഒരു സർപ്പത്തെ പോലെ ആ കയറിന് ജീവൻ വെച്ചു. അതിൻ്റെ അഗ്രം ചുവരിലൂടെ മച്ചിൻ്റെ അടിത്തട്ടിലേക്ക് ഇഴഞ്ഞു കയറി. പിന്നെ ഒരു കഴുക്കോലിൽ ചുറ്റി താഴേക്ക് വീണു. ആ അഗ്രം ജ്യോതികയുടെ കഴുത്തിൽ ചുറ്റി ഒരു കെട്ട് വീണു. പിന്നെ കയർ അവളുടെ നിശ്ചല ശരീരവുമായി മുകളിലേക്ക് ഉയർന്നു. കഴുക്കോലിന് കയർ കൊണ്ട് തനിയെ കെട്ടുവീണു. കാറ്റിൽ ശവം അവിടെ കിടന്നാടി. പൂജാമുറിക്കുള്ളിൽ പൂജാപാത്രങ്ങൾ വൃത്തിയാക്കി വെക്കുകയായിരുന്നു വിഷ്ണു. ഒന്ന് ഞെട്ടി. എന്തോ നിർവചിച്ചു പറയാൻ കഴിയാത്തൊരവസ്ഥ. അവൻ ചാടി എഴുന്നേറ്റു. തറവാട്ടിൽ അഹിതമായതെന്തോ സംഭവിച്ചിരിക്കുന്നതായി ഉള്ളു മന്ത്രിക്കുന്നു. ഒരു നിമിഷം അവൻ മുത്തച്ഛൻ്റെ മുന്നറിയിപ്പൊക്കെ മറന്നുപോയി. പുറത്തേക്ക് ചെല്ലാൻ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെ അവൻ വാതിലിന് നേർക്ക് 2 അടി നടന്നു. മുത്തച്ഛ, തറവാടിനുള്ളിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഉവ്വ്, സത്യം തന്നെ. പക്ഷെ എന്തുണ്ടായാലും 41 നാൾ കഴിയാതെ നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നു. അതിന് മറുപടി പറയാൻ അവന് കഴിഞ്ഞില്ല. നരനാരായണൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ഇത്രയും നാൾ നീ ചെയ്തതെല്ലാം വെറുതെയാവും. മാത്രമല്ല, നിന്റെ ജീവനും അത് ആപത്താണ്. എന്തു വേണമെന്നറിയാതെ അവൻ കുഴങ്ങി. എന്താണ് നടന്നതെന്നറിയാതെ എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല മുത്തച്ഛ. അതിപ്പോൾ നീ അറിയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ വാതിൽ തെറ്റി ആരെങ്കിലും നിന്നെ വിളിച്ചെന്നിരിക്കും. പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞെന്നിരിക്കും. പോകരുത്. ഭരദേവതയെ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞോളൂ. ഒക്കെ നല്ലതിനാണെന്നും നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനാണെന്നും മാത്രം കരുതുക. നരനാരായണൻ്റെ ശബ്ദം നിലച്ചു. വിഷ്ണു തളർച്ചയോടെ പൂജാമുറിയിൽ കുത്തിയിരുന്നു. പുറത്തപ്പോൾ വലിയൊരു ബഹളം നടക്കുകയായിരുന്നു. ചേർത്തറച്ച വാതിലിനിടയിലൂടെ കൂട്ട നിലവിലുള്ള നേരിയ ശബ്ദം വിഷ്ണുവിൻ്റെ കാതുകളിലെത്തി. അവൻ കണ്ണുകളടച്ച് ഭരദേവതയുടെ ചിത്രം മനസ്സിലുറപ്പിച്ച് ധ്യാനമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നു.
തീൻമുറിയിൽ ജ്യോതിക തൂങ്ങി നിൽക്കുന്നത് ആദ്യം കണ്ടത് അടുക്കളക്കാരിയാണ്. കിടക്കും മുൻപ് തീന്മേശയിൽ പാത്രങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതുകൂടി എടുത്ത് കഴുകി വയ്ക്കാനായി വന്നതായിരുന്നു അവൾ. അവിടെ ഈ ക്രൂരമായ രംഗം അരങ്ങേറുമ്പോൾ അവൾ കുളിപ്പുരയിൽ മേൽക്കഴുകുകയായിരുന്നു. തൂങ്ങി നിൽക്കുന്ന ജ്യോതികയെ കണ്ട് അവൾ അലറിക്കരഞ്ഞു. ജയകൃഷ്ണൻ ഒഴികെയുള്ളവർ ഓടിയെത്തി. മുറിയിലെ കൂട്ടക്കരച്ചിൽ അവൻ കേട്ടു. അപ്പോൾ ഷാലിമോൾ അവൻ്റെ അടുത്തെത്തി പറഞ്ഞു, ജ്യോതിക വലിയമ്മ തൂങ്ങിച്ചത്തു. അല്ല, ഞാൻ കൊന്നു കെട്ടിത്തൂക്കി. അധ്യായം 20. ജയകൃഷ്ണൻ അമ്പരപ്പോടെയും അതിലേറെ അവിശ്വസനീയതയോടെയും ഷാലിമോളെ നോക്കി. തനിക്ക് ശരീരം മനക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പിശാശിൻ്റെ സന്തതിയെ കാലുവാരി നിലത്തടിച്ചേനെ. അവൻ രോക്ഷത്തോടെ ഓർത്തു. എന്നാൽ ആ മനസ്സ് വായിച്ചതുപോലെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കാനല്ലേ ചെറിയച്ച ഞാൻ നിങ്ങളെ ഈ രൂപത്തിലാക്കിയത്. ജയകൃഷ്ണൻ പല്ലുകൾ ഞെരിച്ചമർത്തി. ഷാലു അത് കണ്ടു. വേണ്ട കേട്ടോ, ഇനി ഇങ്ങനെ പല്ല് ഞെരിച്ചാൽ വായു മനങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കാൻ എനിക്ക് തോന്നിയാലോ. ആ വാക്കുകളിലെ ഭീഷണി തിരിച്ചറിഞ്ഞ ജയകൃഷ്ണൻ പിന്നെ അവളെ ഒന്ന് നോക്കിയത് കൂടിയില്ല. കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും 2 തുള്ളി ചുടുകണ്ണീർ ഒലിച്ചിറങ്ങി. ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ ചെറിയച്ച, അല്ലെങ്കിൽ അവരൊക്കെ സംശയിച്ചാലോ. അവരും കാണക്കെ ഞാനും ഒന്ന് കരയണ്ടേ. ഉള്ളിൽ ചിരിക്കുകയാണെങ്കിലും. ഷാലു തിരിഞ്ഞു നടന്നു. തീൻമുറിയിലെത്തിയ അവളും ആദ്യം കാണുന്ന പോലെ ജയലക്ഷ്മിയുടെ മൃതദേഹത്തിലേക്ക് നോക്കി. വല്യമ്മയെന്ന് വിലപിച്ചുകൊണ്ട് ഒപ്പം കൂടി. അടുത്ത ദിവസം രാവിലെ പോലീസ് എത്തിയാണ് മൃതദേഹം അഴിച്ചിറക്കിയത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് കയറി കെട്ടാൻ പാകത്തിലല്ല തറവാടിൻ്റെ കഴുക്കോൽ നിൽക്കുന്നത്. ആരോ കെട്ടിത്തൊക്കിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പ്രേതം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ആ തറവാട്ടിലെ സകലരെയും ചോദ്യം ചെയ്തു. എന്നാൽ ആരിൽ നിന്നും സംശയകരമായ ഒരു മറുപടി പോലും കിട്ടിയില്ല. എങ്കിലും തറവാട്ടിലെ ആരോഗ്യവാനായ ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് അനിരുദ്ധനെ അവർ സംശയത്തിൻ്റെ പട്ടികയിൽ നിർത്തി. 3 മണിയോടുകൂടിയാണ് ജ്യോതികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരികെ തറവാട്ടിൽ കൊണ്ടുവന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന പുതിയ ദുരന്തത്തിന് സാക്ഷികളാവാൻ ഗ്രാമത്തിലെ ഒട്ടനവധി ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. തെക്കുപുറത്തു നിന്നിരുന്ന ഒരു ചെറിയ മാവ് വെട്ടി ചിതയൊരുക്കി. വിവരമറിയിച്ചതിനെ തുടർന്ന് ജ്യോതികയുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളും വന്നിട്ടുണ്ട്. എല്ലാവരും മറന്നിരുന്ന ഒരു കാര്യം പെട്ടെന്നാണ് ബന്ധുക്കളിൽ ആരോ ഓർമ്മിപ്പിച്ചത്. വിഷ്ണു എവിടെ? അവനെ വിളിക്കി, കുളിച്ചു വരട്ടെ, ചിതയ്ക്ക് തീ കൊളുത്തണ്ടേ. എല്ലാവരും അത് കേട്ടു. തറവാട്ടിൽ ഉണ്ടായിരുന്നവർക്കല്ലേ അവൻ എവിടെയാണെന്നും എന്തൊക്കെയാണെന്നും ഇപ്പോൾ വിളിച്ചറിയിക്കാൻ പറ്റില്ലെന്നും അറിയുക. അതുകൊണ്ട് തന്നെ അവർ മുഖാമുഖം നോക്കി. ജ്യോതികയുടെ പിതാവ് മാധുരി മുത്തശ്ശിയെ സമീപിച്ചു. വിഷ്ണുമോൻ എവിടെ? അത് അവനെപ്പോൾ പൂർത്തിയാക്കാൻ വാക്കുകൾ കിട്ടിയില്ല മുത്തശ്ശിക്ക്. അവനെവിടെ? അവനെയും കൊന്നോ ആരെങ്കിലും? ശേഖരൻ്റെ ശബ്ദമായിരുന്നു. തൻ്റെ മകൾ വധിക്കപ്പെട്ടതാണെന്ന് ഇതിനകം അയാൾ അറിഞ്ഞിരുന്നു. ഇല്ല ശേഖര, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വിഷ്ണുമോൻ സുരക്ഷിതനാണ്. പക്ഷേ ഇപ്പോൾ അവനെ വിളിക്കാനാവില്ലെന്ന് മാത്രം. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ തള്ളേ? ശേഖരൻ്റെ മുഖഭാവം മാറി, ശബ്ദം മാറി. അയാളോടൊപ്പം വന്ന ബന്ധുക്കളും ശേഖരൻ്റെ ഭാഗത്ത് ചേർന്നു. അമ്മയെ അവസാനമായിട്ട് മകനെ കാണിക്കില്ലെന്ന് വെച്ചാൽ ആ വാക്കുകൾ ശേഖരൻ്റെ കോപം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവിനെ കാട്ടിത്തന്നേ പറ്റൂ. അവനെക്കൊണ്ട് എൻ്റെ മോളുടെ ചിതയ്ക്ക് തീ കൊടുപ്പിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ഈ തറവാട്ടിനുള്ളിലിട്ട് കത്തിക്കും ഞാൻ. ജ്യോതികയുടെ ബന്ധുക്കൾ ഒറ്റക്കെട്ടായി. അതെ, വിഷ്ണുമോൻ എവിടെയാണ്? വേഗം പറയും. മാധുരി മുത്തശ്ശി ദയനീയമായി ജയലക്ഷ്മിയെയും വിനയപ്രഭയെ നോക്കി. അമ്മയ്ക്ക് വേണ്ടി വിനയപ്രഭ സംസാരിച്ചു. നിങ്ങളാരും കരുതുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. വിഷ്ണു ഈ തറവാട്ടിനുള്ളിൽ തന്നെയുണ്ട്, പൂജാമുറിയിൽ. മാന്ത്രിക പഠനത്തിലാണ് അവൾ. ഏതാനും നാൾ കൂടി അത് തുടരും. അതുവരെ അവന് യാതൊരു വിഘ്നവും ഉണ്ടായിക്കൂടാ. മുറിയിൽ നിന്നും അവനൊന്ന് പുറത്തിറങ്ങുക കൂടി ചെയ്തുകൂടാ. അത് ശരി, ശേഖരൻ പരിഹസിച്ചു. മഹാമാന്ത്രികനാണെന്നായിരുന്നല്ലോ നിന്റെ തന്തയുടെ അഹങ്കാരം. എന്നിട്ടെന്തായി? ആരാൻ്റെ കൈകൊണ്ടല്ലേ മരിച്ചത്? ഇനിയിപ്പോൾ ഒരു മന്ത്രവാദിയാക്കാൻ എൻ്റെ ചെറുമകനെ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾക്ക്. അതേതായാലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മകളും ചെറുമകനും പോയി. ഒക്കെ ഈ മുടിഞ്ഞ തറവാട്ടിൽ വന്നു നിന്നതുകൊണ്ട് തന്നെയാണ്. ഇനി ആകെയുള്ള ഒരു പിൻഗാമി വിഷ്ണുമോൻ മാത്രം. അവനെ കൂടി നിങ്ങളുടെ ഈ കുടില തന്ത്രങ്ങൾക്കായി വിട്ടുതരില്ല ഞാൻ.
ഒരു നല്ല കാര്യത്തിനല്ലേ അമ്മവ. പൂർത്തിയാക്കാൻ വിനയപ്രഭയെ ശേഖരൻ സമ്മതിച്ചില്ല. മിണ്ടരുത് നീ, അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അയാൾ അലറി. നിന്റെ ഗുണഗണങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരുന്നു ഞങ്ങൾ. അത് കേട്ടതും കാറ്റുപോയ ബലൂൺ പോലെയായി അവൾ. ആർക്കും മുഖം കൊടുക്കാനുള്ള കെൽപ്പില്ലാതെ കുനിഞ്ഞ ശിരസോടെ അവൾ അകത്തേക്ക് പോയി. എല്ലാം കണ്ടിരിക്കുകയായിരുന്ന ശാലുമോളുടെ ഉള്ളം കുളിർത്തു. വിഷ്ണുവിൻ്റെ മാന്ത്രിക പഠനം ഒന്ന് മുടങ്ങിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അപ്പോൾ ശേഖരൻ മുത്തശ്ശിയെ നോക്കി വീണ്ടും അലറി. എൻ്റെ കുട്ടി എവിടെയെന്ന് കാട്ടിത്തരുന്നുണ്ടോ നിങ്ങൾ? അതോ? മുത്തശ്ശി അയാളെ തുറച്ചു നോക്കി. അകത്ത് പൂജാമുറിയിലുണ്ട്. പോയി വിളിച്ചിറക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഈശ്വര നിശ്ചയം മറികടക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അത് ശ്രദ്ധിക്കാതെ ശേഖരൻ തൻ്റെ കൂടെ നിന്നിരുന്ന കുറച്ച് ആളുകളെ നോക്കി. വരൂ. അവർ തറവാടിനുള്ളിലേക്ക് പോയി. അവരും പിന്നാലെ ചെന്നു. പൂജാമുറി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പുറത്തെ ബഹളങ്ങൾ നേരിയ തോതിൽ അകത്തു നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു വിഷ്ണു. തലേന്ന് മുത്തച്ഛൻ്റെ ശബ്ദമനുസരിച്ച് മറ്റു ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും മായ്ച്ച് ഭരദേവതയെ ധ്യാനിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു. പൂജാമുറിക്ക് പുറത്തു നിന്നും ശേഖരൻ മുത്തശ്ശൻ്റെ ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് കാതുകളിൽ നരനാരായണൻ്റെ മന്ത്രണം. ഭരദേവതയിൽ മനസ്സർപ്പിച്ചോളൂ, മനസ്സ് ചഞ്ചലമാക്കരുത്, അപേക്ഷിച്ചോളൂ, നല്ലതേ വരൂ. അവൻ അപ്രകാരം ചെയ്തു. അപ്പോൾ പുറത്ത് ശേഖരൻ വാതിൽ തട്ടി അവനെ വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ വാതിലിൽ കൈവച്ചതും വൈദ്യുതാഘാതമേറ്റതുപോലെ ശേഖരൻ പിന്നോട്ട് തെറിച്ചുപോയി. എതിരെയുള്ള തടിച്ചുവരിൽ ചെന്നിടിച്ച് അയാൾ താഴേക്ക് വീണു. ഒന്ന് നിലവിളിക്കാൻ പോലും മറന്നുപോയി ശേഖരൻ. എന്താണുണ്ടായത്? അയാൾക്കൊപ്പം വന്നവരും അമ്പരന്ന് നിൽക്കുകയാണ്. ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ അവർ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ വേദനയായിരുന്നു ശേഖരന്. വിഷമവും കോപവും ഒന്നിച്ചുണ്ടായിരുന്നു അയാൾക്ക്. ചവിട്ടി തുറക്കടാ വാതിൽ. അയാൾ തൻ്റെ ഒപ്പമുണ്ടായിരുന്നവരെ നോക്കി. അത് കേട്ടതേ രണ്ടുപേർ കാലുയർത്തി വാതിലിൽ ആഞ്ഞു തുഴിച്ചു. അതേസമയം ചവിട്ടിയ കാലുകളിൽ ആരോ പിടിച്ച് മേലേക്കെറിഞ്ഞു. ഒന്ന് കരണം മറിഞ്ഞ് അവർ തറയിൽ മലർന്നു വീണു. അയ്യോ! അവരുടെ നിലവിളി കേട്ട് പുറത്തുണ്ടായിരുന്നവർ ചിലർ അകത്തേക്ക് ഓടി വന്നു. കാര്യം എന്താണെന്ന് അവർക്കാർക്കും പിടികിട്ടിയില്ല. എന്നാൽ തറയിൽ നിന്നും എഴുന്നേൽക്കാൻ ഭാവിക്കുന്നവരുടെ ശേഖരൻ്റെയും ഭീതിതമായ മുഖവും കണ്ടപ്പോൾ കാര്യമായതെന്തോ ഉണ്ടായെന്ന് അവർക്കും തോന്നി. എന്താ? അവരെല്ലാവരും ശേഖരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പക്ഷേ അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. പൂജാമുറിയുടെ വാതുക്കലേക്ക് അയാൾ ഭീതിയോടെ ഒന്നുകൂടി നോക്കി. ഇനി ആ വാതിലിൽ തട്ടി വിളിക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു എന്നതാണ് സത്യം. പുറത്തെ ബഹളങ്ങളൊന്നും വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സ് പൂർണ്ണമായും ഭരദേവതയിൽ അർപ്പിച്ചിരിക്കുകയായിരുന്നു അവൻ. പൂജാമുറിക്കരികിൽ എന്താണ് സംഭവിച്ചതെന്ന് അവിടെ വന്നു നിന്ന ശാലുമോളും കാണുകയായിരുന്നു. മാത്രമല്ല, മറ്റാർക്കും കാണാനാവാത്ത ഒന്നുകൂടി അവൾ കണ്ടു. പൂജാമുറിയുടെ വാതിക്കൽ സൂര്യ തേജസ്സിനെ പോലും വെല്ലുന്ന തേജോമയിയായ ഒരു രൂപം. ശരിക്കൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല ശാലുവിന്. കണ്ണഞ്ചിപ്പോയി. അവൾ പെട്ടെന്ന് പിൻവാങ്ങി. ഇനി ആര് നോക്കിയാലും പൂജാമുറിയുടെ വാതിൽ തുറക്കാനാവില്ലെന്ന് ശാലുവിനറിയാം. ഭരദേവത കോപിച്ചു നിൽക്കുകയാണ്. ശേഖര പിന്നാലെ തറയിൽ വീണ് കിടക്കുന്ന ഇരുവരും എഴുന്നേറ്റു. എന്തു വേണം ശേഖരട്ട? തൽക്കാലം വിഷ്ണു ഇതിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നവൻ പുറത്തു വരുന്നു, ഞാൻ അവനെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. സംശയമില്ല. ഇവിടെ ഒരു മന്ത്രവാദിയായി കഴിയാൻ എന്തായാലും സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾ വരി. എല്ലാവരും ശേഖരന് പിന്നാലെ പോയി. തറവാടിൻ്റെ തെക്ക് ഭാഗത്ത് ചിതയൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. ജ്യോതികയുടെ സഹോദരി പുത്രനാണ് അതിന് തീ കൊളുത്തിയത്. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. ചിതയിലെ തീ അണഞ്ഞു. എങ്കിലും പുക കനത്ത നൂല് പോലെ മേലേക്ക് വരുന്നുണ്ടായിരുന്നു. ശേഖരനും മറ്റും അന്ന് തന്നെ മടങ്ങാനിറങ്ങി. അതിനു മുമ്പ് അയാൾ മുത്തശ്ശിയുടെ മുന്നിൽ വന്ന് ഇപ്രകാരം പറയുകയും ചെയ്തു. ഈ തറവാട് നന്നാവുകയോ മുടിയുകയോ ചെയ്യട്ടെ. എന്തായാലും എനിക്കത് വിഷയമല്ല. വിഷയമായത് ഒന്നേ ഒന്ന് മാത്രം, എൻ്റെ പേരക്കുട്ടി വിഷ്ണു. അവനെ ഞാൻ കൊണ്ടുപോകും. ഒരു മന്ത്രവാദിയായി ജീവിതം തുലയ്ക്കാൻ അവനെ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചാവും അവനെ ഇത്തരത്തിലാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയത് നടക്കില്ല. എന്തു മറുപടി നൽകുമെന്നറിയാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ മാതൃക്ക്. അപ്പോൾ തലയ്ക്ക് മുകളിലിരുന്ന് ഒരു ഗൗളി ചലിച്ചു. അങ്ങകലെ ജലപാതത്തിനരികിലെ ഗുഹയിൽ എല്ലാം ഉൾക്കണ്ണുകളാൽ കാണുകയായിരുന്നു. ബ്രഹ്മദത്തൻ്റെ നെറ്റിയിൽ പൊടുന്നനെ ഒരു ചുളിവ് വീണു.
കാര്യങ്ങൾ താൻ കരുതുന്നതിനും അപ്പുറത്തേക്ക് നീങ്ങുന്നതായി ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. മാധുരി മുത്തശ്ശിക്ക് ഉള്ളിൽ നേരിയ ആഹ്ലാദമുണ്ടായി. ജ്യോതികയുടെ മരണശേഷം ചെറുകുന്നത്ത് തറവാട്ടിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതായിരുന്നില്ല അവരുടെ ആഹ്ലാദത്തിന് കാരണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിഷ്ണു മാന്ത്രിക പഠനം പൂർത്തിയാക്കി പൂജാമുറിയിൽ നിന്നും പുറത്തു വരും. യക്ഷിയെ തളയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരുമെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല അവർക്ക്. എന്നാൽ കണ്ണടയുന്നതിന് മുമ്പേ യാമിനി എന്ന യക്ഷിയെ നശിപ്പിക്കുന്നതിൽ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കുറേ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും അത് പരിഹാരമായി തീർന്നേനെ എന്നവർക്ക് തോന്നി. പക്ഷേ മനസ്സിലുള്ളതുപോലും വായിച്ചറിയുന്ന ഒരാൾ തറവാട്ടിലുണ്ടായിരുന്നെന്ന കാര്യം മുത്തശ്ശി മറന്നുപോയി. ശാലുമോള്. അവളിപ്പോൾ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാറില്ല. ചെന്നാൽ തന്നെ ഒരസ്വീകാരത്തെ കാണുന്ന ഭാവത്തിൽ അവരെ മുഖം തിരിച്ചു കളയും. കാരണം ശാലുവിൻ്റെ നാവിൽ ഗുളികനുണ്ടെന്ന് മുത്തശ്ശി വിശ്വസിക്കുന്നു. അവൾ പറയുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടല്ലേ. ഇതിനിടെ പലതവണ പവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു മുത്തശ്ശി. എന്നാൽ അവിടെ മുത്തശ്ശിക്ക് തമ്പി അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കിട്ടിയിരുന്നു. തനിക്കല്പം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും അത് നേരെ ആയാലുടൻ തറവാട്ടിലെത്തുമെന്നും മാത്രമല്ല താൻ ജപിച്ചു നൽകിയ രക്ഷ തൽക്കാലത്തേക്കായിരുന്നെന്നും ഇപ്പോൾ അതിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിക്കാണുമെന്നും അതിനാൽ അത് കെട്ടിയിരിക്കുന്നവരെല്ലാം സൂക്ഷിക്കണമെന്നും വാസ്തവത്തിൽ ആ വാചകങ്ങൾ മുത്തശ്ശിയെ ഭയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു. എന്നാൽ വിഷ്ണുമോൻ മാന്ത്രിക പഠനം പൂർത്തിയാക്കി എത്രയും വേഗം പുറത്തിറങ്ങുമെന്ന ചിന്ത അവരിൽ ആഹ്ലാദമുണ്ടാക്കുകയാണ് ചെയ്തത്. ആ നേരത്തൊക്കെ ശാലുമോളുടെ മനസ്സിലും കടുത്ത ചിന്തകളായിരുന്നു. വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. താനും അങ്ങകലെ ഗുഹയിലിരുന്ന ബ്രഹ്മദത്തിനും കാര്യങ്ങൾ കൂട്ടിക്കഴിച്ചു നോക്കുകയായിരുന്നു. ഒരു വശത്ത് ഭവത്രതൻ തമ്പി അദ്ദേഹം, മറുവശത്ത് ശത്രു കരുത്താർജിക്കുന്നു വിഷ്ണു. ഇവരെ രണ്ടുപേരെയും ഒരേ നേരത്ത് താൻ നേരിടണം. അമ്മ മരിച്ചപ്പോൾ പോലും പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങാത്ത വിഷ്ണുവിനെ ഇനി അവൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാതെ പുറത്തിറങ്ങാൻ കഴിയുമെന്ന് തോന്നില്ല. എന്തു വേണം? താടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് ഉപാസനാമൂർത്തിയുടെ ചൈതന്യം തുടിക്കുന്ന വിഗ്രഹത്തിൽ നോക്കി അവൻ അല്പനേരം ഇരുന്നു. പൊടുന്നനെ ആ മനസ്സിൽ ഒരു ആശയം തെളിയുകയായിരുന്നു. ഒരു ഭാഗ്യപരീക്ഷണം. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ബ്രഹ്മദത്തൻ എഴുന്നേറ്റ് ഗുഹയ്ക്ക് പുറത്തേക്ക് നോക്കി. ജലപാതകത്തിനടിയിലൂടെ ആകാശത്തേക്ക് നോക്കി. തിളയ്ക്കുന്ന സൂര്യമുഖം. നട്ടുച്ച. ഇപ്പോൾ കർമ്മം ചെയ്യാൻ പാടില്ല. നേരമൊന്ന് സന്ധ്യയായിക്കോട്ടെ. ജലപാതത്തിൽ നിന്നും മുത്തുമണികൾ കണക്കെ തണുത്ത ജലബിന്ദുക്കൾ അയാളുടെ ശരീരത്തിലേക്ക് തെറിച്ചു വീണു. തെളിഞ്ഞ മനസ്സോടെ ബ്രഹ്മദത്തൻ അവിടെ തന്നെ നിന്നു. ആ നേരത്ത് തൻ്റെ തറവാട്ടിൽ ഭവത്രതൻ തമ്പി ഒരു യാത്രയ്ക്കൊരുങ്ങി പൂമുഖത്ത് ചാരുകസേരയിൽ ഇരിക്കുകയായിരുന്നു. ശങ്കര! അസ്വസ്ഥതയോടെ അദ്ദേഹം നീട്ടി വിളിച്ചു. ഓ! സഹായി ശങ്കരൻ നായർ ഓടിയെത്തി. തയ്യാറായില്ലേ? ഉവേ, എല്ലാം കൂടി ഒരു സഞ്ചിയിൽ നിറയ്ക്കുകയായിരുന്നേ. വണ്ടിക്കാരനോട് എപ്പോൾ വരാനാ താൻ പറഞ്ഞിരിക്കുന്നത്? ദാ ഇപ്പം ഇങ്ങെത്തുവേ. ആ ക്ഷണം ഒരു വാഹനത്തിൻ്റെ ശബ്ദം കിട്ടു. വെളുത്ത ഒരു അംബാസിഡർ കാർ പടിപ്പുരയ്ക്ക് പുറത്തു വന്നു നിന്നു. പിന്നെ ഡ്രൈവർ അത് തിരിച്ചിട്ടു. ഇറങ്ങാം ശങ്കര. ഓ! തമ്പി അദ്ദേഹം വരദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴേക്കും ശങ്കരൻ ഒരു വലിയ സഞ്ചിയും തൂക്കിയെത്തി. ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. തമ്പി അദ്ദേഹത്തിന് പിന്നാലെ ശങ്കരൻ നായർ നടന്നു. പടിപ്പുര കടന്ന് കാറിനടുത്തെത്തിയപ്പോൾ ധൃതിയിൽ ശങ്കരൻ നായർ പിന്നിലെ ഡോർ തുറന്നു പിടിച്ചു. അദ്ദേഹം കയറിയ ഉടനെ ഡോറടച്ച് അയാൾ മുന്നിൽ കയറുകയും ചെയ്തു. പോകാം. കാറിൻ്റെ ചക്രങ്ങൾ ചലിച്ചു. ചെറുകുന്നത്ത് തറവാട്ടിലെ തെക്കിനിയുടെ ഭാഗത്തുള്ള അരഭിത്തിയിൽ തൂണും ചാരി കാൽ നീട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ നേരത്തെ ശാലുമോള്. പെടുന്നനെ തീപ്പൊള്ളലേറ്റതുപോലെ അവളൊന്ന് നടുങ്ങി. അപകടം. കാതിലാരോ മന്ത്രിക്കുന്നത് പോലെ. അവൾ ചുറ്റും നോക്കി. അവിടെയൊന്നും സംശയിക്കത്തക്കതായി കണ്ടില്ല. പിന്നെ ഇവിടെ അവളുടെ പുരികങ്ങൾ കൂട്ടിമുട്ടി. കണ്ണുകളിൽ കോത്രം തെളിഞ്ഞു. മനം കൊണ്ട് അവൾ തനിക്ക് ഭവിക്കാൻ പോകുന്ന അപകടത്തെ തേടുകയായിരുന്നു. അപ്പോൾ കണ്ടു ആറ്റുതീരത്ത് കൂടി ഓടുന്ന കാർ. അതിനുള്ളിൽ തിടുക്കത്തിൽ ശാലുമോള് ചാടി എഴുന്നേറ്റു.
തമ്പി അദ്ദേഹത്തിൻ്റെ വരവ് ഇവിടേക്കാണെന്ന്, അദ്ദേഹം എന്തിനോ ഉള്ള പുറപ്പാടാണെന്നും അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൾ ഒന്നുകൂടി ചുറ്റും നോക്കി. അടുത്തെങ്ങും ആരുമില്ല. ഒരു മാത്ര അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ അവൾ മറഞ്ഞു. ഭവത്രതൻ തമ്പി അദ്ദേഹം സഞ്ചരിച്ച കാർ പ്രധാന റോഡിൽ എത്തിയിരുന്നില്ല. ഒരു വശം കൊക്കയും ജാതിയും ഇടകലർന്ന് നിൽക്കുന്ന തോട്ടവും, മറുവശം നദിയും. റോഡിൽ നിന്നും നദിയിലേക്ക് 50 അടിയിലധികം താഴ്ചയുണ്ട്. ഒരു ഭാഗത്ത് നദിക്ക് ഒരു വളവുള്ള കാരണത്താൽ അവിടെ കയവും നിലയും ഇല്ലാത്തത്ര വെള്ളവുമാണ്. പെട്ടെന്ന് ജാതിയും കൊക്കയും ഇടകലർന്ന തോട്ടത്തിലേക്ക് ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. അനുനിമിഷം അതിന് 100 മടങ്ങ് വീതം ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ചെറുകാടുകളെയും കരിയിലകളെയും അതൊന്നിച്ച് വട്ടം ചുറ്റി മുകളിലേക്ക് ഉയർത്തി. ഭയങ്കര കാറ്റാണല്ലോ, ഡ്രൈവർ പിറുപിറുത്തു. ഭവത്രതൻ തമ്പി അദ്ദേഹം അങ്ങോട്ട് നോക്കി. വളരെ വേഗത്തിൽ കാറിന് നേരെ വരികയാണ് ആ കാറ്റെന്ന് ഒറ്റ മാത്രയിൽ അദ്ദേഹത്തിന് ബോധ്യമായി. കാറിനെ കാറ്റ് നദിയിലെ കയത്തിലെത്തിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. തൻ്റെ യാത്രയുടെ ലക്ഷ്യം യക്ഷി അറിഞ്ഞിരിക്കുന്നു. അയ്യോ, ബ്രേക്ക് പോയേ! ഡ്രൈവറുടെ നിലവിളി. ആ നിമിഷം സ്റ്റിയറിങ്ങും അനങ്ങാതായി. അയാൾ എത്ര ശ്രമിച്ചിട്ടും അത് ചലിക്കുന്നില്ല. നേരെ പായുകയാണ് കാർ. ഗിയർ ന്യൂട്രലാക്കാൻ ഡ്രൈവർ ശ്രമിച്ചു. അതിനും കഴിയുന്നില്ല. ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാൻ നോക്കി. അത് ചലിക്കുന്നില്ല. കാറ്റ് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. പെടുന്നനെ തമ്പി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബലദേവതയുടെ രൂപം തെളിഞ്ഞു. ചുണ്ടിൽ മന്ത്രങ്ങളുടെ പ്രവാഹം. ക്ഷിപ്രഫലമായിരുന്നു. അന്തരീക്ഷത്തിൽ ചാട്ടപൊളിയുന്ന ശബ്ദം കേൾക്കാം. തുടർന്ന് ആ പ്രദേശത്തെ ആകെ നടുക്കുന്ന അലർച്ച. ഡ്രൈവറും ശങ്കരൻ നായരും നടുങ്ങി വിറച്ചു. എന്നാൽ തമ്പി അദ്ദേഹത്തിൻ്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. പാരവശ്യത്തിനിടയിൽ ഡ്രൈവറുടെ കാൽ ബ്രേക്കിൽ അമർന്നുപോയി. വല്ലാത്തൊരു ശബ്ദത്തോടെ കാറ് നിന്നു. ശങ്കരൻ നായർ മുന്നോട്ടാഞ്ഞപ്പോൾ കാറിൻ്റെ മുൻഭാഗത്ത് തലയിടിച്ചു. അയ്യോ! അയാളെ നെറ്റി തടവി. ഡ്രൈവർക്ക് അത്ഭുതം മടക്കാനായില്ല. കാറിന് യാതൊരു കുഴപ്പവുമില്ല. സ്റ്റിയറിങ്ങും ബ്രേക്കും ഗിയറുമെല്ലാം പഴയപടി. ചുഴലിക്കാറ്റ് പെട്ടെന്ന് നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ആരുടെ അലർച്ചയാണ് കേട്ടത്? ഡ്രൈവറുടെ മനസ്സിൽ ഒരുപിടി ചോദ്യങ്ങൾ ഉയർന്നു നിന്നു. ഇനി യാത്ര തുടരാം. ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ ശാന്തമായ ശബ്ദം. അങ്ങത്തോളം ഒന്നും ഭയപ്പെടണ്ട. എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ഡ്രൈവർ കാർ മുമ്പോട്ടെടുത്തു. അപ്പോൾ തൻ്റെ മുറിയിലേക്ക് ഓടിക്കയറുകയായിരുന്നു ശാലുമോൾ. വല്ലാതെ പരിഭ്രമിച്ച ഭാവം. എന്നാൽ പിന്നിൽ നിന്നും ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നുപോയി. മുന്നിൽ അമ്മ. മുറി അടിച്ചു വാരുകയായിരുന്നു ജയലക്ഷ്മി. പിന്നിൽ പാദപതന ശബ്ദം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. ഷാലുവിൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് അവൾ അമ്പരക്കുക തന്നെ ചെയ്തു. എന്താ മോളെ, നിനക്കെന്താ പറ്റിയത്? പെട്ടെന്നൊരു ഉത്തരം നൽകാൻ ഷാലുവിന് കഴിഞ്ഞില്ല. ജയലക്ഷ്മിയുടെ പരിഭ്രമം ഏറി. ഷാലുവിൻ്റെ കയ്യിലും കാലിലും മുഖത്തും വരെ കരിനീലിച്ചു തുടങ്ങിയ പാടുകൾ. ചാട്ട കൊണ്ട് അടിയേറ്റതുപോലെ. ആരാ മോളെ നിന്നെ തല്ലിയത്? മാളെ ചേർത്ത് പിടിച്ച തണുത്ത പാടുകളിലേക്ക് നോക്കിക്കൊണ്ട് ജയലക്ഷ്മി ആരാഞ്ഞു. മറുപടി നൽകാതെ ഒറ്റക്കരച്ചിലായിരുന്നു ശാലുമോൾ. അതോടെ ജയലക്ഷ്മിയുടെ പരിഭ്രമം ഏറുക മാത്രമല്ല, കോപമുണ്ടാവുകയും ചെയ്തു. തൻ്റെ മകളെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കാൻ ആർക്കാണ് ധൈര്യമുണ്ടായതെന്ന് ഒന്നറിയണമല്ലോ. പറയുമോളെ, ആരാ നിന്നെ ഇങ്ങനെ തല്ലിയത്? ശാലുവിൻ്റെ ഉൾക്കണ്ണുകൾ തറവാട്ടിലുടനീളം പെട്ടെന്ന് സഞ്ചരിച്ചു. വിനയപ്രഭയുടെ മുറിയിൽ ഒരു കയർത്തുണ്ട് കിടക്കുന്നത് കണ്ടു. 3 അടി നീളമെങ്കിലും വരുന്ന ഒരു കട്ടിക്കയർ. എന്തോ കെട്ടിവെച്ചിരുന്നത് അഴിച്ചിട്ടതാണ്. അവളുടെ മനസ്സിൽ തന്ത്രം തെളിഞ്ഞു. ഒപ്പം ഒന്ന് തേങ്ങുകയും ചെയ്തു. പറയുമോളെ, ജയലക്ഷ്മി നിർബന്ധിച്ചു. വിനയാൻ്റിയാ? അവൾ ചിണുങ്ങി. ജയലക്ഷ്മിയുടെ മുഖം വലിഞ്ഞു മുറുകി. എൻ്റെ കുട്ടിയെ തല്ലിച്ചതയ്ക്കാൻ അവൾക്ക് ധൈര്യമോ? അതൊന്നറിയണമല്ലോ. അവൾ മകളുടെ കൈക്ക് പിടിച്ച് വാ മോളെ അവളോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. പോകാതിരിക്കാൻ കഴിയില്ലായിരുന്നു ഷാലുവിന്. എന്തിനാ മോളെ അവളെ തല്ലിയത്? നടക്കുന്നതിനിടയിൽ ജയലക്ഷ്മി തിരക്കി. തൻ്റെ ശത്രുവാണ് വിനയപ്രഭ. ഷാലുവിൻ്റെ ഉള്ളിലെ യാമിനി മന്ത്രിച്ചു. ഈ വീട്ടിൽ ആരൊക്കെ തമ്മിൽ തല്ലിയാലും ചത്താലും അതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. ഷാലു പറഞ്ഞു. ഞാൻ ആ മുറിയിലോട്ട് ചെന്നപ്പോൾ പറയുന്നിട്ട് ആൻറ്റി എന്നോട് തട്ടിക്കറി. അവരുടെ മുറിയിൽ ചെന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് ചുമ്മാ ചെന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കയറുകൊണ്ട് അടിച്ചത്. അവിടെ കരയാൻ തുടങ്ങി. മോള് കരയണ്ട, അമ്മ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാം. ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എങ്കിൽ മോൾ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ് ജയലക്ഷ്മി വിനയപ്രഭയുടെ മുറിയിലേക്ക് കുതിച്ചു. അധ്യായം 21. തൻ്റെ അമ്മ
വിനയപ്രഭയുടെ മുറിയിൽ വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോൾ ശാലുമോൾ അടക്കി ചിരിച്ചു. എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വിനയപ്രഭ. എന്താ ഇടത്തേമ്മേ? അവൾ തിരക്കി. ഒരു മാത്രം ആ മുഖത്തേക്ക് നോക്കി നിന്നതിന് ശേഷമാണ് ജയലക്ഷ്മി തിരക്കിയത്. നീ ശാലുമോളുടെ ആൻറ്റിയാണ്. ചെറിയ ശിക്ഷയൊക്കെ അവൾക്ക് കൊടുക്കാനും നിനക്ക് അവകാശമുണ്ട്. എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ പാകത്തിൽ എന്ത് തെറ്റാണ് അവൾ ചെയ്തത് എന്ന് നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണം. വിനയപ്രഭയാട്ടെ ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ നാത്തുവിനെ തുറിച്ചു നോക്കി. ആരെ തല്ലിയെന്നാ ചേട്ടത്തിയമ്മ പറയുന്നത്? നീ. ജയലക്ഷ്മി അവളുടെ നേരെ കഴിച്ചുകൊണ്ടി. എൻ്റെ ശാലുമോളെ തല്ലിച്ചതച്ചില്ലേ നീ? തറയിൽ കിടന്നിരുന്ന കയർ അപ്പോഴേക്കും ജയലക്ഷ്മിയുടെ കണ്ണിൽപ്പെട്ടിരുന്നു. ആ കയറുകൊണ്ടല്ലേ നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയത്? വിനയപ്രഭയ്ക്ക് ചിരിയാണ് വന്നത്. ഏടത്തിയമ്മയോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ ഇന്നത്തെ ദിവസം ശാലുവിനെ കണ്ടതുകൂടിയില്ല. കള്ളം പറയരുത്. ജയലക്ഷ്മിയുടെ ഭാവം മാറി. ഓഹോ, അങ്ങനെയെങ്കിൽ വിളിക്ക് ശാലുവിനെ. മോളെ ശാലു. പുറത്തുനിന്ന് എല്ലാം കേൾക്കുമായിരുന്നു ശാലു. അവൾ അകത്തേക്ക് ചെന്നു. ആ കണ്ണുകളിൽ വൈരം തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾക്കുള്ളിലെ യാമിനി വിനയപ്രഭയ്ക്ക് നേരെ ഒരു വന്യമൃഗത്തെപ്പോലെ ഗർജിക്കുന്നുണ്ടായിരുന്നു. മോളെ, ഇവള് നിന്നെ അടിച്ചില്ലേ? ജയലക്ഷ്മി ചോദിച്ചു. അടിച്ചു. നേരത്തെ ഒരു വട്ടം പറഞ്ഞത് ശാലു ഇവിടെയും ആവർത്തിച്ചു. വിനയപ്രഭ തലയിൽ കൈവച്ചു പോയി. കണ്ണു പൊട്ടുന്ന നുണ ഇങ്ങനെ പറയാതെ കുട്ടിയെ. ഞാനാണോ നിന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത്? അതെ, അവൾ തീർത്ത് പറയുകയാണ്. ആ കയറുകൊണ്ടല്ലേ എന്നെ തല്ലിയത്? വിനയപ്രഭ സ്തംഭിച്ചു നിന്നുപോയി. പക്ഷേ അപ്പോഴേക്കും ജയലക്ഷ്മി രോക്ഷത്തോടെ മുന്നോട്ടെടുത്തു. ഇപ്പോൾ നിനക്കെന്ത് പറയാൻ കഴിയും വിനയെ? എൻ്റെ കുട്ടിയെ തല്ലിയത് എന്തിനാണ് എനിക്കിപ്പോൾ അറിയണം. വിനയപ്രഭയ്ക്ക് കോപം നിയന്ത്രിക്കാനായില്ല. എനിക്ക് മനസ്സുണ്ടായിട്ട് അവൾ ആക്രോശിച്ചു. ഇത്തരത്തിലുള്ളതിനെ കൊന്നു കുഴിച്ചു മുടുകയാണ് വേണ്ടത്. നശൂലം പറഞ്ഞത്. ഓ, അത്രയ്ക്കായില്ലേ നീ? എന്നാൽ എൻ്റെ കുട്ടിയെ കൊന്നോടി. കൊല്ലാൻ. ജയലക്ഷ്മി വിനയപ്രഭയെ മകളുടെ നേർക്ക് തള്ളി. ദേ ചേട്ടത്തിയമ്മേ. വിനയപ്രഭ തിരിഞ്ഞു. ശരീരത്തിൽ തൊട്ട് കളിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജയലക്ഷ്മി പരിഹസിച്ചു. ചീട്ടുകളിക്കളത്തിലിരുന്ന ആണുങ്ങൾ ആരും നിന്നെ തൊടാതാണോ? അവൾ അർദ്ധോക്തിയിൽ നിർത്തി. അതുകൂടി കേട്ടതോടെ വിനയപ്രഭയുടെ കോപം ഇരട്ടിച്ചു. നിങ്ങളും അത്ര പതിവ്രതയൊന്നും ചമേണ്ട. ഭർത്താവില്ലാത്ത നേരങ്ങളിലേ വേറെ ചിലരെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നു പോയിരുന്നതും എനിക്കറിയാം. അമ്പടി, കണ്ണ് പൊട്ടുന്ന നുണ പറയുന്നു. എൻ്റെ ശാലുമോളുടെ അച്ഛനല്ലാണ്ട് ഒറ്റ ആൾ പോലും എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ആ ശാലുവിൻ്റെ അച്ഛൻ ആരാണെന്ന് ഉറപ്പിച്ച് പറയാനാവോ നിങ്ങൾക്ക്? ജയലക്ഷ്മിയുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നുപോയി. എന്തു പറഞ്ഞടി നീ എന്ന് ചോദിച്ചുകൊണ്ട് ഒറ്റയടിയായിരുന്നു അവൾ വിനയപ്രഭയുടെ മുഖത്ത്. ഇനി തനിക്കിവിടെ റോളൊന്നുമില്ലെന്ന് മനസ്സിലാക്കി ശാലുമോൾ ഉള്ളിൽ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. അപ്പോൾ നീ എന്നെ തല്ലും അല്ലേടി എന്ന് പറഞ്ഞുകൊണ്ട് ജയലക്ഷ്മി തിരിച്ചാക്രമിക്കുകയായിരുന്നു വിനയപ്രഭ. ഇരുവരും രണ്ട് പോരുകോഴികൾ കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു. നിലവിളികളും അട്ടഹാസങ്ങളും ആ മുറിയിൽ നിന്നുയർന്നു. മാതൃ മുത്തശ്ശി പിടഞ്ഞെണീറ്റ് അങ്ങോട്ട് വന്നു. ആ നേരത്താണ് ബഹളത്തിൻ്റെ കാരണം തേടി അനിരുദ്ധനും അങ്ങോട്ട് വന്നത്. അപ്പോൾ പരസ്പരം തലമുടിക്ക് കുത്തിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് മുറിയിൽ വട്ടം കറങ്ങുകയാണ് ജയലക്ഷ്മിയും വിനയപ്രഭയും. അയ്യേ, ഈ പെണ്ണുങ്ങൾ എന്താണ് ഈ കാണുന്നത്? വിട് വിട്. മാതൃമുത്തശ്ശി അങ്ങനെ പറഞ്ഞെങ്കിലും അവരാരും അത് ചെവിക്കൊണ്ടില്ല. ചുളിഞ്ഞ നെറ്റിയോടെ അനിരുദ്ധൻ ഒരു മാത്ര അത് നോക്കി നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചതുപോലെ അകത്തേക്ക് കയറി. ബലമായി തൻ്റെ ഭാര്യയുടെ കൈകൾ മുടിയിൽ നിന്നും പിടിയൊഴിപ്പിച്ചതും ആ മുഖമടച്ചൊന്ന് കൊടുത്ത് കട്ടിലേക്ക് തട്ടിയതും ഒപ്പമായിരുന്നു. എടാ, ഒരു ഭ്രാന്തിയെ പോലെ ആക്രോശിച്ചുകൊണ്ട് വിനയപ്രഭ അവിടെ നിന്ന് ചാടിയെഴുന്നേറ്റു. നീ എന്നെ തല്ലിയല്ലേടാ? എന്നിട്ടും ഇവളുടെ കൂടെ പോയി പൊറുക്കാമെന്ന് കരുതിയോ നീ? അല്ലേ? ഇനിയും വാ, നീ മേടിക്കും. അനിരുദ്ധൻ്റെ മുഖം മാറി. ഇങ്ങു വാടാ, നിന്നെ ഞാൻ കൊല്ലും. അത് തീർത്തും അവഗണിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞ് ജയലക്ഷ്മി നോക്കി. എടത്തിയമ്മ പോയിക്കോളൂ. ജയലക്ഷ്മിയുടെ മുഖമെല്ലാം നഖക്ഷതങ്ങളേറ്റ പാടായിരുന്നു. അവിടെ ചോര പൊടിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. വിനയപ്രഭയെ ഒന്നുകൂടി നോക്കിയിട്ട് ജയലക്ഷ്മി ഇറങ്ങിപ്പോയി. മുറിക്കുള്ളിൽ ഒരു ചെറുകാറ്റ് വീശി. അതൊരു നൂൽ പോലെ അനിരുദ്ധൻ്റെ കാതുകളിലേക്ക് കയറി. അയാളൊന്ന് പിടഞ്ഞുണർന്നു. അമ്മാവി എന്തു കാണാൻ നിൽക്കുന്നതാ ഇവിടെ? കൂർത്ത മുനയുള്ള ചോദ്യം മാതൃയോടായിരുന്നു. മകൾക്ക് എല്ലാ കാര്യത്തിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളൊരുത്തിയ. അതുകൊണ്ട് ഇപ്പോൾ ഇറങ്ങണം ഈ മുറിയിൽ നിന്നും. മാതൃ സ്തംഭയായി. മരുമകൻ ആദ്യമായാണ് തന്നോട് ഇത്രയും കടുത്ത വാക്കുകൾ പറയുന്നത്. ഇനി അവിടെ നിന്നാൽ മറ്റു വല്ലതും കൂടി കേൾക്കേണ്ടി വന്നാലോ എന്ന് കരുതി മാതൃയും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. വാതിക്കൽ അരുൺമോൻ ഭയപ്പെട്ടു നിൽപ്പുണ്ടായിരുന്നു. മോൻ അപ്പുറത്ത് പോയി കളിച്ചോ?
അനിരുദ്ധൻ കുട്ടിയെ പറഞ്ഞുവിട്ടു. അയാൾ എന്തിനുള്ള പുറപ്പാടാണ് എന്നറിയാതെ വിനയപ്രഭ സംശയിച്ചു. അവൻ്റെ കാതിനുള്ളിലേക്ക് കയറിയ കാറ്റ് തലച്ചോറിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരുന്നു. അനിരുദ്ധൻ വാതിൽ ചേർത്തടച്ച് സാക്ഷിയിട്ടു. എന്തിനുള്ള പുറപ്പാടാണ്? തൊല്ലു കൂസാതെ വിനയപ്രഭ തിരക്കി. നിന്റെ ഈ അഹങ്കാരം അതൊന്ന് ശമിപ്പിക്കാൻ. അയാൾ അവൾക്ക് നേരെ ചെന്നു. നിങ്ങൾ വിചാരിച്ചാൽ അതിന് കഴിയുമോ? അവൾ പരിഹസിച്ചു. 10 ജന്മങ്ങൾ നോക്കിയാലും അതിന് കഴിയില്ല. കഴിയുമടി, കഴിയും. നിന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്നവനാണ് ഞാൻ. അയാൾ തൊട്ടടുത്തെത്തിയതും അവൾ വെട്ടി ഒഴിഞ്ഞു മാറാൻ ഒരു ശ്രമം നടത്തി നോക്കി. കഴിഞ്ഞില്ല. അയാൾ അവളെ കടന്നു പിടിക്കുകയും കിടക്കയിലേക്ക് എറിയുകയും ചെയ്തു. പിന്നെ ആസുരമായ ശക്തിയിൽ അവളുടെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു. ചി, വൃത്തികെട്ടവൻ! എന്തിനുള്ള ഭാവമാണ് നിങ്ങൾ? അവളുടെ ശബ്ദം ഒരു സർപ്പത്തിൻ്റെ സീൽക്കാരം പോലെയായിരുന്നു. ഓഹോ, ഉടുതുണിയൊരിയുന്നതും വൃത്തികേടാന്ന് എൻ്റെ ഭാര്യ എന്നാണാവോ തിരിച്ചറിഞ്ഞത്? പരിഹാസം ശ്രദ്ധിക്കാതെ അയാളെ തള്ളി മാറ്റാൻ അവൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. കവളടക്കം ഒരടി കൊടുത്ത് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കിടക്കയിലേക്ക് അമർത്തിപ്പിടിച്ചു അനിരുദ്ധൻ. വിനയപ്രഭയ്ക്ക് കണ്ണിൽ ഇരുട്ട് കയറുകയും ശ്വാസം മുട്ടുകയും ചെയ്തു. അവൻ്റെ കൈകൾ അവളുടെ മൃദുല ഭാഗങ്ങളിൽ മൃഗീയമായി ഞെരിഞ്ഞമർന്നു. വിനയപ്രഭയ്ക്ക് ഉറക്കെ അലറണമെന്ന് തോന്നി. പക്ഷെ ആരെങ്കിലും ഓടി വന്ന് തന്നെ ഈ രൂപത്തിൽ കണ്ടാൽ എന്നെ അങ്ങ് കൊല്ല്, വിനയപ്രഭ പല്ലുകളിൽ കടിച്ചമർത്തുന്നതിനിടയിൽ പറഞ്ഞു. അതൊക്കെ ആ യക്ഷി ചെയ്തോളുമടി. മാത്രമല്ല, അത്ര വേഗം നീ മരിക്കാനും പാടില്ലല്ലോ. നിന്റെ അഹങ്കാരം തീരണ്ടേ? പലരും കയറി ഇറങ്ങിപ്പോയതാണെങ്കിലും നിന്നോടിങ്ങനെ പ്രതികാരം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. പറയുന്നതിനിടയിൽ തന്നെ സ്വയം വിഭ്രസ്തനായ അയാൾ ഒരു കൊടുങ്കാറ്റിൻ്റെ കരുത്തായിരുന്നു. അവളുടെ പതിഞ്ഞ നിലവിളി അത് പക്ഷേ അനിരുദ്ധൻ ശ്രദ്ധിച്ചില്ല. അയാളുടെ കരുത്ത് കൂടുകയായിരുന്നു. അത് അനുനിമിഷം ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നു. അലറിക്കരയാൻ തുടങ്ങിയ വിനയപ്രഭയുടെ വായിലേക്ക് അയാൾ ബെഡ്ഷീറ്റിൻ്റെ കുറേ ഭാഗങ്ങൾ തിരികെ കയറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നമ്മുടെ നോവലിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു അധ്യായമായിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.